ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനീഷ്, അനിമോള്, അക്ബർ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കിച്ചൺ ടീമാണ് ഈ ആഴ്ചത്തേത്. അപ്പൊ ഇവര് അരി വെച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ലൈവിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. വളരെ ഡ്രൈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിന്നി നൂബിന് ഒരു സൈഡിൽ ഇരുന്നിട്ട് അവരുടെ വിശേഷങ്ങൾ പറയുന്നു. ആ രീതിയിലൊക്കെ ഉള്ള ഒരു ലൈവാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് ചോറ് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അനീഷ് അത് ലോ ഫ്ലെയിമിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അനിമോൾ കാണെങ്കിൽ ഇത് ഹൈ ഫ്ലെയിമിലാക്കണം, ഇത് എന്തിനാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതെന്ന് അനിമോൾ ചോദിക്കുന്നു. അപ്പൊ അനീഷ് പറയുന്നു, ഞങ്ങളെ അടക്കി ഭരിക്കുന്ന പോലെ ഒന്നും അനിമോൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും അല്ല എന്നെ അടക്കി ഭരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ അനിമോൾ താൻ പോടോ എന്ന് പറഞ്ഞിട്ട് അനിമോൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇത് ലൈവിന് അത് ചെറിയൊരു കശപിശയാണ്, ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഒരു കശപിശയാണ്. നൂബിന് അപ്പുറത്തിരുന്ന് ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അനീഷ് ചേട്ടനും അനിമോളും തമ്മിൽ ഇതാണല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് ലൈവിനകത്ത് ഇപ്പൊ നടന്നതേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഇവർ തമ്മിൽ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു കേട്ടോ. ജിസയില്, അനിമോള, പിന്നെ അനീഷ്, ഇവർ മൂന്നുപേരും കൂടി കിച്ചണിൽ നിന്നിട്ട് വെറുതെ സ്മോൾ ടോക്ക് ആണ്. അനീഷ് സ്കിൻ കെയർ നടത്തുന്നില്ല, സ്കിന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള് പറയുന്നുണ്ട്. പിന്നെ ജിസേലിന്റെ പ്രായം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഇന്നലെ നടന്നിരുന്നു ഇവർ തമ്മിൽ. അപ്പോൾ അത് ഇന്നലെ ഇടാനായിട്ട് പറ്റിയിരുന്നില്ല. സ്മോൾ ടോക്ക് ആണല്ലോ, നമ്മൾ എന്തിനാണ് വെറുതെ ഈ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് ഇടുന്നതെന്ന് ഓർത്തിട്ട് ഇടാതിരുന്നതാണ്. അപ്പൊ സ്കിൻ കെയർ നോക്കുന്നില്ല, അനീഷായിട്ട് ഇനി മുതൽ സ്കിൻ കെയർ നോക്കണം എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഓ സ്കിൻ കെയർ എന്തിനാന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ അനിമോള് പറയുന്നു, അനീഷാട്ടിന്റെ പ്രായം തോന്നിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ജിസേലിനോട് പ്രായം ചോദിക്കുന്ന സമയത്ത് ജിസേൽ ആദ്യം 32 ഒക്കെ പറയുന്നുണ്ട്, പിന്നെ 41 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനിമോൾ അത് വിശ്വസിച്ചിട്ടേ എന്ന് പറഞ്ഞ് ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നലെ നടന്നൊരു കോൺവെർസേഷൻ ആണ്. അനീഷും അനിമോളും തമ്മിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബിഗ് ബോസ് ഹൗസിനകത്ത് അനിമോള് ആകെ ഇത്തിരി കമ്പനി കാണിക്കുന്ന ആദില നൂറയുടെ അടുത്തും പിന്നെ അനീഷിന്റെ അടുത്ത് നോക്കിയുള്ളൂ, പിന്നെ ഷാനവാസിന്റെ അടുത്ത് നോക്കിയുള്ളൂ. അവരൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അനിമോൾ ഒരു കമ്പനി കാണിക്കാറുള്ളൂ, ഒരു കൺസേൺ കാണിക്കാറുള്ളൂ. ഇപ്പോ ചോറ് വെക്കുന്ന ഈ ഒരു കഷപിശ നടന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.